നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്ക് തുടക്കമാകുന്നു. ഇതിനു മുന്നോടിയായി അടുത്തയാഴ്ച റവന്യൂ സർവേ ആരംഭിക്കും. 8 മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാൻ 8 സർവേയർമാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ മണിമല, എരുമേലി തെക്കു വില്ലേജുകളിലായി 2570 ഏക്കർ ഭൂമിയാണ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കേണ്ടത്. ഇതിനു മുന്നോടിയായി ഈ മാസം 21-നാണ് സർവേ തുടങ്ങുക. കോട്ടയം ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ. 2 ഘട്ടമായിട്ടാണ് റവന്യൂ വകുപ്പ് സർവേ നടത്തുക. ആദ്യത്തെ 4 മാസം കൊണ്ട് പ്രാഥമിക സർവേ പൂർത്തിയാക്കും. അടുത്ത 4 മാസം സൂക്ഷ്മ പരിശോധനയിലൂടെ എല്ലാ സ്ഥലങ്ങളിലും സർവേ നടത്തിയെന്ന് ഉറപ്പുവരുത്തും. ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയ്ക്ക് ഉത്തരവായിരിക്കും. എരുമേലി തെക്ക് വില്ലേജിലെയും മണിമല വില്ലേജിലെയും 1001.87 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഉത്തരവായിട്ടുള്ളത്. 8 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന രൂപത്തിലാണ് ഉത്തരവിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. 4 മാസം സർവേയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിൻ്റെ സൂക്ഷ്മ നിരീക്ഷണങ്ങളും, പിന്നീടത്തെ 4 മാസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കുന്ന പ്രക്രിയ. ഓരോ സർവേയർമാർക്കും പ്രത്യേക ചുമതല നൽകും. വിമാനത്താവളത്തിന്റെ പരിസ്ഥിതി ആഘാത പഠനവും സാമൂഹ്യാഘാത പഠനവും നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. പഠന റിപ്പോർട്ട് പ്രകാരം 352 കുടുംബങ്ങളെയാണ് വിമാനത്താവള പദ്ധതി ബാധിക്കുക. ചെറുവള്ളി എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ഉൾപ്പെടെ ജീവനോപാധികൾ നഷ്ടമാകും. സർക്കാർ ആരെയും വെറും കൈയോടെ ഇറക്കിവിടില്ലെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇവിടെ ഏതാണ്ട് 352ഓളം കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടതായിരുന്നു. അതിൽ 340-ൽ പരം കുടുംബങ്ങൾ ഇപ്പോൾ ജീവനോപാധികൾ നഷ്ടപ്പെടുന്നവരായിട്ടും കണക്കാക്കിയിട്ടുണ്ട്. സാമൂഹ്യാഘാത പഠനവും പരിസ്ഥിതി ആഘാത പഠനവും നേരത്തെ തന്നെ തയ്യാറാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയിലേക്ക് ഉത്തരവായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ജീവിതോപാധികൾ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു, ഇപ്പോൾ വീട് നഷ്ടപ്പെടുന്നവർക്കും സ്ഥലം നഷ്ടപ്പെടുന്നവർക്കും ഒക്കെ പുനരധിവാസ പാക്കേജ്, ഇതെല്ലാം സംബന്ധിച്ച് അദാലത്ത് സംഘടിപ്പിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും തീരുമാനമായിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് ശബരിമല വിമാനത്താവളം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് നടപടികൾ മുന്നോട്ടു പോകുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.